ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീറ്റ്റൂട്ടും വെള്ളക്കടലയും ചേർത്തുകൊണ്ടൊരു കറിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെച്ചേക്കാം. വെള്ളക്കടല ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 6-7 മണിക്കൂർ കുതിരാൻ വെക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അര തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എണ്ണ ഞാനിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമെല്ലാം പൊട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയുമാണ്. പൊടികളൊക്കെ വളരെ കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പച്ചമുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് എരിവ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. ബീറ്റ്റൂട്ടിൻ്റെ മധുരവും നമ്മൾ കുറച്ച് എരിവൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എരിവും കടലയുടെ രുചി എല്ലാം കൂടെ മിക്സായി കഴിക്കുമ്പോൾ വളരെ നല്ലൊരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലയാണ്. കടല ചേർക്കുമ്പോൾ അതിൻ്റോടൊപ്പം തന്നെ കുറച്ച് കടല വേവിച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറയെ വെള്ളമൊന്നും വേണ്ട, ഒരു 3 സ്പൂൺ കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കടലയിൽ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ടാണ് ഇതിൽ ഉപ്പിടാത്തത്. ഇനി നമുക്കിതൊന്ന് ചെറുതീയിൽ 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറികളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കാതെയാണ് കറി തയ്യാറാക്കിയിരിക്കുന്നത്. ബീറ്റ്റൂട്ടിലെ ചാറും നമ്മൾ കടലയിലെ കുറച്ച് വെള്ളമൊക്കെ ചേർന്നാണ് ഇപ്പോൾ ഈ കറി റെഡി ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് ചന തൊക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.